ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ഓ നല്ല ദൈവമേ, ഒരു ദിവസം പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങയെ വിളിച്ച് ആരാധിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിയോഗങ്ങളും തിരുസന്നിധിയിൽ എളിമയോടെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ അങ്ങയുടെ എളിയവരായ ഭാവികളായ മക്കളായ ഞങ്ങൾക്ക് ദൈവമേ കൃപ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുക. ഈ ദിനം യേശുവോടൊപ്പം എന്ന ഈ ശുശ്രൂഷ അനേകരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിനം യേശുവോടൊപ്പം ഈ ശുശ്രൂഷ കഴിഞ്ഞ് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അനുഭവസാക്ഷ്യം ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഒറ്റവരിലും വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ദൈവമേ ഈ ദിനം വലിയൊരു അഭിഷേകത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-ാം വചനത്തിൻ്റെ അഭിഷേകത്തിനു വേണ്ടി തിരുവചനം ഇപ്രകാരം പറയുന്നു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോടും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. ദൈവമേ, കടുകുമണിക്ക് വലിപ്പം അത് വളരെ കുറവാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ആ ഒരു വിശ്വാസമെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത്. ദൈവമേ, ഞങ്ങൾ ഈ മറ്റൊന്നിനും വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഈ പ്രഭാത ആരാധനയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു കടുകുമണിയുടെ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങൾ അയോഗ്യരാണ് ദൈവമേ, അവിശ്വാസികളും ബലഹീനരുമാണ് ദൈവമേ. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അവിശ്വസിച്ച് പോകുകയാണ്. എന്നിരുന്നാൽ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസം ക്ഷയിച്ചു കഴിയുന്ന വ്യക്തികളിലേക്ക് കടന്നു വരണമേ. കടുകുമണിയോടും വിശ്വാസം എല്ലാവർക്കും നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആ വിശ്വാസം വലിയ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, ഈ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോഴും വിശ്വാസത്തിന് വളർച്ച നമുക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് റെജി തോമസ്. പാലാ രൂപത തെടനാട് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് 6 വർഷമായിട്ട് കണ്ണുനീര് വറ്റിപ്പോകുന്ന അസുഖമായിരുന്നു. എല്ലാ ദിവസവും 2 നേരം മരുന്നൊഴിച്ചാൽ മാത്രമേ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് ജീവിതാവസാനം വരെയും ഒഴിക്കണമെന്ന് അങ്കമാലിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 16-ാം തീയതി ഇവിടെ വന്ന് ആന്തരിക സൗഖ്യധ്യാനം കൂടുകയും ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നേൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു 12 ദിവസം കൊണ്ട് രോഗം ഭേദമാകും, 40 ദിവസത്തേന് വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകണമെന്നും പറഞ്ഞു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് പോയ ദിവസം മുതൽ ഞാൻ വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പം രോഗം പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. ഈ ദിനം ഈശോയോടൊപ്പം